ഇന്നത്തെ അറിയിപ്പുകൾ. തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ മൊബൈൽ ഫോൺ നിരോധിച്ച് തമിഴ്നാട് ദേവസ്വം വകുപ്പ്. VIP സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും ദേവസ്വം വകുപ്പ് ഉത്തരവിട്ടു. സെപ്റ്റംബർ 1 മുതൽ ഇത് നടപ്പിലാക്കും. റീൽസ് ചിത്രീകരണം നിയന്ത്രിക്കുക ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ മൊബൈൽ ഫോൺ നിരോധിച്ചുകൊണ്ട് തമിഴ്നാട് ദേവസ്വം വകുപ്പ് ഉത്തരവിറക്കിയത്. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ എടുക്കാനോ ദേവതകളുടെ വീഡിയോ ചിത്രീകരിക്കാനോ ക്ഷേത്ര പരിസരത്ത് റീൽസോ മറ്റ് ചിത്രീകരണമോ അനുവദിക്കില്ല. VIP-കളോ സിനിമാ താരങ്ങളോ ആര് വന്നാലും ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ അനുവാദമുണ്ടായിരിക്കുന്നതല്ലെന്നും ഉത്തരവിൽ പറയുന്നു. ഭക്തർക്ക് മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കാൻ ക്ലോക്ക് റൂം സൗകര്യം ക്ഷേത്ര പ്രവേശന കവാടത്തിൽ സജ്ജമാകും. ഒരു ഫോണിന് 5 രൂപ ചാർജ് ഈടാക്കും. ഇതിന് ഇന്റഗ്രേറ്റഡ് ടെമ്പിൾ മാനേജ്മെന്റ് സിസ്റ്റം വഴി രസീത് നിർബന്ധമായും നൽകണം. ഫോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. ക്ഷേത്രവളപ്പിലും പ്രവേശന കവാടങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗം നിരോധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ബോർഡുകൾ ക്ഷേത്ര അധികാരികൾ സ്ഥാപിക്കണം. VIP സന്ദർശനത്തെക്കുറിച്ച് ഒരു ദിവസം മുമ്പെങ്കിലും കമ്മീഷണറെ വിവരമറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള യൂണിവേഴ്സിറ്റിയിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 31. ബന്ധപ്പെട്ട അനുബന്ധ വിഷയത്തിൽ കുറഞ്ഞത് 55% മാർക്കോടെ മാസ്റ്റേഴ്സ് ബിരുദം ഉണ്ടായിരിക്കണം. SC/ST വിഭാഗങ്ങൾക്ക് 5% മാർക്ക് ഇളവ് ലഭിക്കും. കൂടാതെ ബന്ധപ്പെട്ട വിഷയത്തിൽ നീറ്റ് യോഗ്യതയോ PhD ബിരുദമോ ഉണ്ടായിരിക്കണം. 2026 ജനുവരി 1 50 വയസ്സിൽ കവിയരുത്. SC/ST OBC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാം. 11 മാസത്തേക്കോ സ്ഥിരം അധ്യാപകനെ നിയമിക്കുന്നതുവരെയോ ഏതാണോ ആദ്യം അതുവരെയാണ് നിയമനം. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭം. 2025-26 സാമ്പത്തിക വർഷത്തിൽ 500 കോടി രൂപയ്ക്ക് മുകളിൽ അറ്റാദായം രേഖപ്പെടുത്തി. പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക നേട്ടവുമായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ചരിത്രത്തിലാദ്യമായി 500 കോടി രൂപയ്ക്ക് മുകളിൽ അറ്റാദായം രേഖപ്പെടുത്തി. 2025-26 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ അറ്റാദായം 502 കോടി രൂപയായി ഉയർന്നതോടെയാണ് ഈ റെക്കോർഡ് കൈവരിച്ചത്. മുൻവർഷം ഇത് 499 കോടി രൂപയായിരുന്നു. ഉയർന്ന സാമ്പത്തിക വളർച്ചയുടെ പശ്ചാത്തലത്തിൽ നിക്ഷേപകർക്ക് 55% ലാഭവിഹിതം നൽകാൻ ഡയറക്ടർ ബോർഡ് ശുപാർശ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ ചെയർമാനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് സുപ്രധാന ധനകാര്യ കണക്കുകൾ പുറത്തുവിട്ടതും ഭാവി വികസന പദ്ധതികൾക്ക് രൂപം നൽകിയതും. വരുന്ന സെപ്റ്റംബറിൽ ചേരുന്ന നിക്ഷേപകരുടെ വാർഷിക പൊതുയോഗത്തിന്റെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും 55% ലാഭവിഹിതം വിതരണം ചെയ്യുക. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1220 കോടി രൂപയുടെ മൊത്ത വരുമാനമാണ് സിയാൽ നേടിയത്. തൊട്ടു മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 6.6% വളർച്ച രേഖപ്പെടുത്തി. പ്രവർത്തന കാര്യക്ഷമതയും യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവുമാണ് സിയാലിന് ഈ ചരിത്ര വിജയത്തിന് വഴിയൊരുക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് കൈമാറുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ പാലക്കാട് കഞ്ചിക്കോട്ടെ റെയിൽവേ കോച്ച് ഫാക്ടറിക്ക് കൈമാറിയ ഭൂമിയും. കഞ്ചിക്കോട്ടെ 228 ഏക്കർ ഭൂമിയാണ് പട്ടികയിൽ ചേർക്കുന്നത്. പാലക്കാട് കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറി റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നീക്കം. എയിംസിന് 10 സ്ഥലങ്ങളുടെ പട്ടികയാണ് കേന്ദ്രത്തിന് നൽകിയിരുന്നത്. കഞ്ചിക്കോട്ടെ 228 ഏക്കർ ഭൂമി കൂടി ഇതോടൊപ്പം ചേർക്കുമെന്നാണ് റിപ്പോർട്ട്. റെയിൽവേ കോച്ച് ഫാക്ടറിക്കായി 2012 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയ ഭൂമിയാണിത്. നിലവിൽ ഭൂമി റെയിൽവേ മന്ത്രാലയത്തിന്റെ കൈവശമാണുള്ളത്. അതിനാൽ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ആരോഗ്യ മന്ത്രാലയത്തിന് ഭൂമി കൈമാറിയാൽ മതിയാകും. പുതുതായി ഭൂമി ഏറ്റെടുക്കുകയോ ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം നൽകുകയോ വേണ്ടിവരില്ല. കഞ്ചിക്കോടായതിനാൽ തമിഴ്നാടിനു കൂടി ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ LDF സർക്കാർ കോഴിക്കോട് കിനാലൂർ കാന്തലാട് മേഖലയിൽ ഏറ്റെടുത്ത 61.34 ഹെക്ടർ ഭൂമി 2024 സെപ്റ്റംബറിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിരുന്നു. കിനാലൂർ മാത്രമാണ് സംസ്ഥാനം നിർദ്ദേശിക്കുന്നതെന്ന നിലപാടിനോട് കേന്ദ്രം അനുകൂലിച്ചില്ല. ഇതോടെയാണ് ഒരു സ്ഥലം മാത്രമെന്ന സമീപനം മാറ്റി വിവിധ ജില്ലകളിലായുള്ള സാധ്യതാ സ്ഥലങ്ങളുടെ പട്ടിക നൽകാൻ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.